ടീച്ചറെ ഇന്നിപ്പോ പ്രത്യേക യോഗം വിളിച്ചതാണോ? ഇന്ന് DPC യോഗം വിളിച്ചിട്ടുണ്ട്. സ്റ്റാഫ് മീറ്റിംഗ് ആണ് വിളിച്ചത്. മൊത്തം സ്റ്റാഫും പങ്കെടുത്തു. നിങ്ങളുടെ കീഴിലുള്ള രണ്ട് അധ്യാപകരാണ് ഈ രീതിയിൽ ലഹരിക്കടത്തിൽ പെട്ടിരിക്കുന്നത്. ഒരു പിന്നെ എന്താ പറയുക, മുഴുവൻ സമയ അധ്യാപകരല്ല, കോൺട്രാക്ട് സ്റ്റാഫുകളാണ്. ഓരോ വർഷവും പുതുക്കുന്ന ആളുകളാണ്. അതിൽ ഒരാൾ പ്രതിയാന്ന് അറിഞ്ഞപ്പം 13-ാം തീയതി തന്നെ ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ആൾ ഇന്ന് ടെർമിനേറ്റ് ഉത്തരവ് ഇറങ്ങും, ഇന്നിറക്കും. ഇതിന് മുൻപ് ഇങ്ങനെ എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? നമുക്ക് സംശയമൊന്നും തോന്നിയിട്ടില്ല. കാരണം ഈ രണ്ടുപേരും വലിയ ഗ്രൂപ്പായിട്ട് നടക്കാറുണ്ട്. അത് അവർ രണ്ടാളും ഡൈവോഴ്സ് ചെയ്ത ആൾക്കാരായതുകൊണ്ട് ഫാമിലി പ്രശ്നം പറയാൻ വേണ്ടിയിട്ടാണ് ഇവരൊന്നിച്ചതെന്നാണ് നമ്മൾ കരുതുന്നത്. അല്ലാണ്ട് BRCയിൽ ഇവരെ പറ്റി അങ്ങനെ പരാതികളൊന്നും ഇല്ല. നേരത്തെ ഇവർ സ്കൂളിൽ കൃത്യമായി ഹാജരാകുന്നില്ല എന്നൊക്കെ പറഞ്ഞ ഈ കീർത്തനയ്ക്കെതിരെ കാവ്യക്കെതിരെയൊക്കെ പരാതി ഉണ്ടായിരുന്നില്ല. സ്കൂളിൽ കഴിഞ്ഞ ദിവസം കീർത്തനേന റിമാൻഡ് ചെയ്തതിന് ശേഷം കാവ്യക്കെതിരെ രക്ഷിതാക്കൾ പരാതി ഉന്നയിച്ചിരുന്നു. അപ്പം നമ്മൾ അവിടെ പെട്ടെന്ന് ചെല്ലുകയും രക്ഷിതാക്കളെടുത്തുനിന്ന് പരാതി എഴുതി വാങ്ങുകയും ചെയ്തു. അതിനുശേഷം വൈകിട്ട് അവളോട് വിശദീകരണം ചോദിച്ചു. അപ്പം പറഞ്ഞത് അമ്മയ്ക്ക് ക്യാൻസറാണ്, ഭർത്താവ് ഡൈവോഴ്സ് ചെയ്യാൻ പോവുകയാണ്, അതുകൊണ്ടൊക്കെയാണ് എനിക്ക് പ്രയാസം ഉണ്ടായിട്ടാണെന്നാണ് പറഞ്ഞത്. ഇതിൽ കീർത്തനയായിട്ട് യാതൊരു ഇടപാടും അവൾക്കില്ല എന്നാണ് നമ്മളോട് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെയാണ് റിമാൻഡ് ചെയ്തതായിട്ടുള്ള കാവ്യക്കെതിരെ നീ പരാതി കിട്ടിയിരുന്നോ? കാവ്യക്കെതിരെ കിട്ടിയതാണ് ഞാൻ പറഞ്ഞത്. കീർത്തന അറസ്റ്റിലായതിനു ശേഷം കാവ്യക്കെതിരെ പരാതി വന്നു. കീർത്തനയെ പിടികൂടിയതിന് ശേഷം കാവ്യക്കെതിരെ പരാതി അതാണ് വന്നത്. അതിന്റെ മുമ്പ് വന്നിട്ടില്ല. നമ്മൾ ഓട്ടിസം സെന്ററിൽ പേരൻസ് മീറ്റിംഗ് ഒക്കെ വിളിക്കാറുണ്ട്. പരാതിൻ്റെ കണ്ടന്റ് രക്ഷിതാക്കൾ പറഞ്ഞത്, അവള് ക്ലാസ് എടുക്കാൻ വന്നപ്പോൾ അവള് തല വെച്ച് കിടക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞതാ ഞാൻ അങ്ങോട്ട് വരുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ അവള് എന്താണ് കാരണമെന്ന് അന്വേഷിച്ച് അപ്പാണ് അവൾ പറയുന്നത് അമ്മേൻ്റെ അസുഖമുണ്ട്, ഒന്നതാണ്. രണ്ടാമത്തെ ഭർത്താവ് കുട്ടീനെ കൂട്ടിപ്പോയി ഡൈവോഴ്സിൻ്റെ വക്കിലാണ് എന്ന് പറഞ്ഞതും അതാണ്. പിന്നെ അപ്പം നമ്മൾ ചോദിച്ചു, കീർത്തനയായിട്ട് നിനക്ക് എന്തെങ്കിലും ഡീലിങ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന് പറയാൻ പറഞ്ഞപ്പം പറഞ്ഞു യാതൊരു ഇതുമില്ല, ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ് എന്നാണ് നമ്മളോട് പറഞ്ഞത്. ഇനിയിപ്പോൾ പോലീസിനാണ് നമ്മൾ വിട്ടുകൊടുത്തല്ലേ. എന്താ വെച്ചാൽ തെറ്റ് ചെയ്തവർ പിടിക്കപ്പെടണം. അധ്യാപകർ എന്ന് പറഞ്ഞാൽ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ടവരാ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തുടക്കം മുതലേ യൂത്തിലേക്ക് വന്നപ്പം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരാളെപ്പോലും നമ്മൾ BRCകളിൽ പ്രൊട്ടക്റ്റ് ചെയ്യില്ല. ഇങ്ങനെയുള്ള കേസിൽ റിമാൻഡ് ചെയ്ത ആളുകളെയൊക്കെ തന്നെ നമ്മൾ ടെർമിനേറ്റ് ചെയ്യും. കാരണം ടെർമിനേറ്റ് ചെയ്യുന്നത് ഇവരൊക്കെ കോൺട്രാക്ട് സ്റ്റാഫുകളാണ്, 1 ഇയറാണ്, പുതുക്കി വരികയാണ്. അതുകൊണ്ട് തന്നെ ടെർമിനേറ്റ് ചെയ്യും എന്ന് ഉറപ്പ് കൊടുത്ത് ഒരാളെ ടെർമിനേറ്റ് അന്ന് തന്നെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മറ്റേയാളെ ഇന്ന് ടെർമിനേറ്റ് ചെയ്ത ഉത്തരവ് DPC കൊണ്ടുവരും. ഇതിൽ പറയുന്നത് മറ്റ് അധ്യാപകരെ കൂടി ഇതിൽ അന്വേഷണ പരിധിയിൽ വരണമെന്ന്, അങ്ങനെ എല്ലാ അന്വേഷണത്തോടും സഹകരിക്കുമോ? അതെ, നമ്മൾ തെറ്റ് ചെയ്യാത്തവർക്ക് എന്തിനാ ഭയം? ആരും തന്നെ മറ്റാരും ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഇവർ രണ്ടുപേരും ഒരു ഗ്യാങ് ആയിരുന്നു. ഇതെന്താണ് ഇവർ ഗ്യാങ് ആയതെന്ന് നമ്മളിങ്ങനെ നോക്കാറുണ്ട്. അപ്പോൾ ഒക്കെ നമ്മൾ മനസ്സിലാക്കിയത് ഇവരെ കുടുംബ പ്രശ്നങ്ങൾ കൈകാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് എന്നാണ് നമ്മൾ കരുതിയത്. നമ്മളങ്ങനെയാണല്ലോ. അപ്പോൾ ഈ ഒരു തരത്തിലാണ് ഇവരെന്താണ് ഇങ്ങനെ ഗ്യാങ്ങായിട്ട് എപ്പോൾ ഒന്നിച്ചാണ്. അപ്പം നമ്മൾ അങ്ങനെ കരുതുമ്പോൾ ഒക്കെ എപ്പോൾ ഫോണും ഒക്കെ വിളിക്കുന്നതൊക്കെ കാണാം. അപ്പോൾ അതൊന്നൊക്കെ നമ്മൾ വരുമ്പോൾ ഒക്കെ അപ്പോൾ ഇതൊക്കെ നമ്മൾ വിചാരിച്ചതുപോലെ ഫാമിലി പ്രശ്നം ആണ് എന്ന് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ലഹരിക്കെതിരെ വലിയ ബോധവൽക്കരണ പരിപാടി സൂംബ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒക്കെ ഒരു ട്രെയിനർ ആയിരുന്നു കീർത്തന. അതെ, അവർ PET എന്താണ് ഈ കാര്യത്തിലൊക്കെ നല്ല അവഗാഹമുള്ള കുട്ടിയാണ്. അപ്പം സൂംബ ഡാൻസ്, യോഗ ക്ലാസ് എവിടെയോ വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഒരു തരത്തിലാണ്. പിന്നെ ഇവർക്ക് സാലറി ഒക്കെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് സൈഡ് ബിസിനസ്സായിട്ട് ആണ് യോഗയൊക്കെ ക്ലാസ്സൊക്കെ നടത്തുന്നത് എന്നുള്ള ധാരണയിലാണ് നമ്മൾ മുന്നോട്ട് പോയത്. അതുമല്ല, ഇവർക്ക് ആഴ്ചയിൽ 3 ദിവസമേ BRCയിൽ വരണ്ടൂ. അത് തന്നെ 2 ദിവസം ഒരു സ്കൂള്, 1 ദിവസം ഒരു സ്കൂള്, അങ്ങനെ ആകെ 3 ദിവസമേ വരണ്ടൂ. അല്ലാത്ത ദിവസങ്ങളിൽ ഇവൾ എവിടെ പോകുന്നതെന്ന് നമ്മൾ നോക്കുന്നില്ല. പല സ്ഥലത്തും പോയിട്ട് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടല്ലോ. അതെ, പല സ്ഥലത്തും പോയിട്ടുണ്ട്. ഇവിടെ മാത്രമൊന്നുമല്ല, പല നമ്മളെ ഉപജില്ല വിട്ട് BRC വിട്ട് ഒക്കെ സൂംബ ട്രെയിനിങ്ങിന് പോയിട്ടുണ്ട്.
നിരന്തരം ഈ ബംഗളൂരുവിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്, അതൊക്കെ പോലീസ് അന്വേഷിച്ചു വരികയാണ്, അത് ഈ ലഹരിക്കടത്തിനാണെന്നോ അങ്ങനെയുള്ള വിവരം എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടോ? ഇവരെ ബന്ധുക്കൾ ആരൊക്കെ ബാംഗ്ലൂരുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെയാണ് യാത്ര എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അല്ലാണ്ട് മറ്റു ലഹരി ആയിട്ട് ബന്ധമുണ്ടോ എന്ന് എനിക്ക് മുന്നറിവില്ല. ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യില്ലല്ലോ.